ഈ മുന്നിലേക്ക് എത്തിയിട്ടാണ് കണ്ടത്. ഒരു വളവ് ഇങ്ങനെ നൂറിനോട് കൂടി മുന്നിലെത്തിയപ്പോൾ മുന്നിൽ കണ്ടു ഒരു ഇരുട്ട് നിൽക്കുന്നുണ്ട്. അവിടുന്ന് റിവേഴ്സ് എടുത്തപ്പോഴേക്ക് വണ്ടി മറിഞ്ഞു. ഞാൻ വണ്ടി ഇട്ടിട്ട് ഓടി. അത് കഴിഞ്ഞപ്പോൾ ആന അതുവഴി തന്നെ വന്നു. പിന്നെ എന്നിട്ട് കാട് കയറി. അറിയില്ല, ഫോറസ്റ്റുകാരുടെ ആരനാസ്ഥയാണെങ്കിലും വേണ്ടില്ല, ജനങ്ങളെ ജീവൻ വെച്ച് പന്താടരുത്, അത്രേ ഉള്ളൂ പറയാൻ. ജനവാസ കേന്ദ്രത്തിൽ നിന്നും കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. വഴിക്കടവ് ആനമറയിലെ മണ്ണൂർക്കാട്ടിൽ ദിനേശ് കുമാറാണ് കൊമ്പൻ്റെ മുന്നിൽ നിന്നും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ 5:40 ആനമറി കുണ്ടുറോഡിൽ വെച്ചാണ് സംഭവം. ഓട്ടം വിളിച്ചത് പ്രകാരം തൻ്റെ ഓട്ടോയിൽ കുണ്ടുറോഡ് വഴി ആനമറയിലേക്ക് വരുന്നതിനിടെയാണ് ഒറ്റയാൻ്റെ മുന്നിൽപ്പെട്ടത്. കുറച്ച് ദൂരെ നിന്ന് തന്നെ ആനയെ കണ്ടതോടെ ഓട്ടോറിക്ഷ റോഡരികിലായി നിർത്തി. ഈ സമയം ഒറ്റയാൻ ഓട്ടോറിക്ഷയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. ഓട്ടോറിക്ഷ ഉപേക്ഷിച്ച് ദിനേശ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടുന്നതിനിടെ വീണ് ദിനേശിൻ്റെ കാലിന് ചെറിയ പരിക്കേറ്റു. ആനമറി പ്രദേശത്ത് കാട്ടാന ശല്യം കാരണം നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കൃഷി ചെയ്യാൻ പോലും സാധ്യമല്ല. ഇന്നലെ തേങ്ങാപ്പറമ്പിൽ രാമൻ, അറയൻകുഴി മുഹമ്മദ് അലി എന്നിവരുടെ വീട്ടുമുറ്റത്തെത്തിയ ആന വ്യാപകമായി കൃഷി നാശം വരുത്തി മടങ്ങുന്നതിനിടെയാണ് ദിനേശ് കുമാർ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടത്. വാഴ, കമുങ്ങ് കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത്. മുഹമ്മദ് അലിയുടെ കൃഷിയിടത്തിലെ ജലസേചന മോട്ടറും പൈപ്പുകളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. പണം ഞങ്ങൾ തരും. സംഭവം ഒരു 5:30 ആയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി കൊണ്ട് ഓട്ടോറിക്ഷ കൊണ്ട് സ്റ്റാൻഡിലേക്ക് പോയിരുന്നു. വഴിക്കടവ് സ്റ്റാൻഡിലാണ് ഓടുന്നത്, ടൗൺ സ്റ്റാൻഡിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് റോഡ് ബ്ലോക്കാണ്. ഞങ്ങൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തിയത് അതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. കുണ്ട് റോഡ് അവിടെ എത്തി മുന്നിലേക്ക് എത്തിയിട്ടാണ് കണ്ടത്. ഒരു വളവ് ഇങ്ങനെ നൂറിനോട് കൂടി മുന്നിലെത്തിയപ്പോൾ മുന്നിൽ കണ്ടു ഒരു ഇരുട്ട് നിൽക്കുന്നുണ്ട്. അതിൽ പിന്നെ നോക്കുമ്പോൾ അത് ഇളകുന്നുണ്ട്. സംഭവം ആനയാണ്. അതിൽ പിന്നെ ഞാൻ അവിടുന്ന് റിവേഴ്സ് എടുത്തപ്പോഴേക്ക് വണ്ടി മറിഞ്ഞു. ഞാൻ വണ്ടി ഇട്ടിട്ട് ഓടി. ആന പുറകെ വരുന്നുണ്ടായിരുന്നു. ഓടി പിന്നെ അടുത്തുള്ള വീട്ടിൽ ചെന്ന് അവരെല്ലാവരും കൂടി ഒച്ചമുള്ളിയായിട്ട് വന്നപ്പോഴേക്ക് പിന്നെ ആനേനെ കാണാനില്ല. അത് കഴിഞ്ഞപ്പോൾ ആന അതുവഴി തന്നെ വന്നു. പിന്നെ എന്നിട്ട് കാട് കയറി. ആ ഭാഗത്ത് ഫെൻസിങ് ഇല്ലാത്തതിൻ്റെ ഒരൊറ്റ പ്രശ്നമാണിത്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഫെൻസിങ് ഉണ്ട്, അവിടെ മാത്രം ഫെൻസിങ് ഇല്ല. എന്താണെന്നുള്ളത് അറിയില്ല. ഫോറസ്റ്റുകാരുടെ ആരനാസ്ഥയാണെങ്കിലും വേണ്ടില്ല, ജനങ്ങളെ ജീവൻ വെച്ച് പന്താടരുത്, അത്രേ ഉള്ളൂ പറയാൻ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.